അപ്പോൾ ഹായ്, ഇന്നിവിടെ സൗദിയുടെ നാഷണൽ ഡേ ആട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ എല്ലാ കാറുകളും എടുത്തിട്ട് റോഡ് ഷോക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയാണ് കാണാമല്ലോ. അപ്പോൾ പോണ വഴിക്ക് ഒരു കുട്ടി തന്നതാട്ടോ, സൗദി കുട്ടി. അതും വണ്ടി ഓടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ വന്നിട്ട് തന്നതാണ്. ഇങ്ങനെ പല അഭ്യാസങ്ങളും കാണേണ്ടി വരും കേട്ടോ. നമ്മൾ കാറൊക്കെ അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു കോലമായി ഉണ്ടായിരിക്കും. ഇവർ ഫോമും അതുപോലെ തന്നെ പോപ്പറൊക്കെ നമ്മൾ കാറുമ്മയൊക്കെ ആക്കും കേട്ടോ. കുട്ടികളൊക്കെ കാറിൻ്റെ മേലെയാണ്. ഇന്നത്തെ ദിവസം ഇവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുത്തിക്കാണ് റോഡും അതുപോലെ തന്നെ പോലീസും. ആരെന്ത് ചെയ്താലും ഒന്നും പറയില്ല. കുട്ടികളെ കണ്ടില്ലേ, കാറിൻ്റെ പുറത്തിറങ്ങി ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളിവിടെ ദവാത്മ ആയതുകൊണ്ടാണ് ഈ ഒരു റോഡ് ഷോ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാർക്കിലൊരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് വലിയൊരു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ റിയാദോ ജിദ്ദൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫയർ വർക്ക്, എയർ ഷോ ഒക്കെ ഉണ്ടാവും കേട്ടോ. റിയാദക്ക് ഞങ്ങളെ വിടുന്ന ഒരു 3.5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ ഡേക്ക് ഹസ്ബൻഡിന് ലീവായിരുന്നു. ആദ്യം ലീവാണെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഡ്യൂട്ടി ഓവർ ടൈം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പോക്ക് ക്യാൻസലായി. അല്ലെങ്കിൽ അവിടുത്തെ കൂടെ വീഡിയോ ഇടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ല ഇവിടെ പാർക്കിൽ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ഒരു ഷോ ഒക്കെ ഉണ്ടെന്ന്. അതാണ് ഈ കാണുന്നത്. നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും ഓഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു മാളുണ്ട്, ആ മാളിലോട്ടൊന്നും പോയി നോക്കാൻ വിചാരിച്ചിട്ടോ, അവിടെ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ആ മാളിൽ ഇങ്ങനെ ഒരു ഷോ നടക്കുന്നുണ്ട്. ഇതെന്താണ്, കാർട്ടൂൺ ഷോ എന്തോ ഒരു ഷോ ആണ്. അവിടെ കുറേ കുട്ടികളൊക്കെ ഇരുന്നിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളും ഇതിങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. ആദ്യം കണ്ടപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പുറത്തിറങ്ങിയാൽ കരയുന്നൊരു സ്വഭാവമാണ് മോൾക്കുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതാ ഇപ്പോൾ ഈ സൗണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര കരച്ചിലാണ്. ഓഫർ നോക്കാൻ പോയിട്ട് പിന്നെ ഈ പരിപാടിയൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.